കണ്ടോ ഈ ഭാഗത്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയില്ലേ പള്ളി കാണാൻ. ഇവിടെ കണ്ടോ ആൾക്കാർ ഇങ്ങനെ ഫുഡ് കൊണ്ടുവന്നിട്ട് പലതരം ഭക്ഷണം ഉണ്ടാവും കേട്ടോ. ഓ അതായത് റൈസും മീറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു ചെമ്പിലിടാം കേട്ടോ. ഓരോ വീട്ടിൽ നിന്നും ഓരോ തരത്തിലുള്ള റൈസും ഒക്കെയാണ് കൊണ്ടുവരുന്നുണ്ടാവുക. അതൊക്കെ ഒരു ചെമ്പിലേക്കിടും കണ്ടോ. പിന്നെ ഇവിടെ വേറെ കുറച്ച് ബക്കറ്റുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ ഈത്തപ്പഴം കൊണ്ടുവന്നതൊക്കെ ഇതിനകത്ത് ഇടുന്നു. ഇത് കോഴിമുട്ട, ഇവിടെ കേക്ക് പോലത്തെ സംഭവങ്ങളൊക്കെ, ഇത് ഹലുവ, ഇവിടെ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റുകൾ, ഇവിടെ എണ്ണക്കടികൾ, പഴം കണ്ടോ. ഇതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ബക്കറ്റുകളിൽ ഓരോ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് ഇങ്ങനെ ഇടുവാണ്. ഹലോ, ലക്ഷദ്വീപിലെ കവരത്തിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ലക്ഷദ്വീപിൽ നോമ്പ് കാലത്തെ പകൽ എന്താണ് കഥ എന്ന് നമുക്കൊന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. നിൽക്ക് പോകണോ? തിരക്കുണ്ടോ? ആ ഒന്നുമില്ല, അതിനോട് ഒന്നുകൊണ്ട് കാര്യങ്ങൾ ചോദിക്കാണ്ട്. ഒന്നുമില്ല. എത്ര വർഷം ഇവിടെ? ഞാൻ 2 വർഷം. ആ അല്ല, പൊതുവെ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് ജോലിക്ക് വന്നിട്ട് ഇവിടെ കുറേ കാലമായിട്ട് അങ്ങനെ നിൽക്കുന്ന അധികം ആൾക്കാരില്ലല്ലോ. ഈ താൽക്കാലിക ജോലികൾക്ക് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കുറച്ച് കാലത്തേക്ക് ലേബർ കാർപ്പൻറ്റർ വർക്ക് അങ്ങനത്തെയൊക്കെ. നിങ്ങളിപ്പോൾ 2 വർഷമായില്ലേ? അപ്പോൾ നിങ്ങളുടെ അനുഭവം ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ 2 വർഷം ഒരു കാലയളവ് എല്ലാം എനിക്ക് പറയല. എൻ്റെ അനുഭവം പറയാം. പക്ഷെ 25-30 വർഷങ്ങളായിട്ട് ജീവിക്കുന്നവരുണ്ട്. ആലോചിച്ച് നോക്കണം, ഓരോ 6 മാസം കൂടുമ്പോഴും അവരെ ലേബർ വെറുതെ വെയിലോടുണ്ടല്ലോ. നിങ്ങൾ സൈക്കിൾ ഉപയോഗിക്കുന്നതിന്റെ കാര്യം? ഞാൻ സൈക്കിൾ ഉപയോഗിക്കാൻ കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. അതെന്താ? അതറിയോ, നാട്ടിലാകുമ്പോ അവിടുത്തെ ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നതാ. അതായത് ഇൻഷുറൻസ് കമ്പനിയിൽ അവിടെ വർക്ക് ചെയ്യുന്നു. അവിടെ ഓഫീസിൽ കൊണ്ടോട്ടി ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്നതാണ്. അപ്പോൾ ട്രാൻസ്ഫർ എടുക്കാനുള്ള കാരണം ഇത് തന്നെ, കുറച്ചുകൂടി ഒരു നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് കിട്ടും. സൈക്ലിംഗ് ഒക്കെ അതിന്റെ ഭാഗമാണ്. സൈക്ലിംഗ് അങ്ങൊക്കെ അതിന്റെ വർക്ക് ലൈഫ് ബാലൻസിന്റെ ഭാഗം. നമുക്ക് പിന്നെ ഗവൺമെന്റ് ഇതായതുകൊണ്ട് പെർമിറ്റിന് ആവശ്യമില്ല. ഫാമിലിക്കും നമുക്കൊന്നും പെർമിറ്റിന് ആവശ്യമില്ല. നമുക്ക് ID കാർഡ് ഉണ്ടായാൽ മതി. ഫാമിലിക്കും നമ്മളെ റിലേഷൻ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഇവിടെ അൺഓർഗനൈസ്ഡ് ലേബേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പം ടൈലേഴ്സ് അല്ലെങ്കിൽ ലോണ്ടറി ഇങ്ങനത്തെ അല്ലെങ്കിൽ കാർപ്പൻറ്റേഴ്സ്, ഇവർക്കൊക്കെ ഓരോ 6 മാസം കഴിയുമ്പോഴും ഇത് പുതുക്കണം. ഒരു ഗൾഫ് ലൈഫ് തന്നെയാണ്, ഗൾഫ് പോലെ തന്നെ. ഇനി ഇതോ ജിയോഗ്രാഫിക്കലി തന്നെയോ ഫ്ലൈറ്റാ മിക്കവാറും ഫ്ലൈറ്റ് തന്നെ പിടിക്കേണ്ടി വരും. കപ്പലിന്റെ അതിനേക്കാളൊക്കെ പ്രശ്നം ഈ അനിശ്ചിതത്വമാണ്. വിചാരിച്ച സമയത്ത് പോകാൻ പറ്റില്ല. അപ്പൊ ഒരു ഗൾഫ് പോലെ തന്നെ. ഞാനിപ്പോ എന്റെ കമ്പനിയിൽ പറയാൻ അറിയോ, ഫോറിൻ സർവീസ് പോലെ ആക്കണം നമ്മുടെ ബെനിഫിറ്റ്. ഇതിപ്പോ ഇൻലാൻഡ് സർവീസ് തന്നെയാണ്, ഡൊമസ്റ്റിക് തന്നെയാണ്. പക്ഷെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഡൊമസ്റ്റിക് ആണെങ്കിലും ഇതിലുള്ള പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഫോറിൻ കൺട്രീസ് പോലെ തന്നെ അല്ലേ. ഇവിടുത്തെ കിണർ ഇതാണല്ലേ? ഓക്കെ, ഇത്രയല്ലേ ആയുണ്ടാവുള്ളൂ എല്ലാ കിണറും? ചിലത് ഇതിനകം ഉണ്ടാവും, ചിലത് കുറവായിരിക്കും. ചെറിയ വ്യത്യാസം. ഇതിപ്പോ ഈ ഇതിന്റെ ഓണർ മണ്ണട്ടി എടുത്തുകൊണ്ട് കുഴിച്ചു. അത്രേ ആവശ്യമുള്ളൂ. ഞാനതാ പറഞ്ഞു തന്നെ, ഈ റിങ് 4 വാങ്ങിക്കൊണ്ടുവരിക, എന്നിട്ട് നമ്മളെന്നെ ഒരു കുഴി കുത്തായിട്ട് റിങ് ഇറക്കി വെക്കുക, അത്രേ പണിയുള്ളൂ. കാരണം കുറച്ച് വിൽക്കുമ്പോഴത്തേക്കും ആ സീ ലെവലിന്റെ ഒപ്പം എത്തും, അപ്പോഴത്തേക്കും വെള്ളം കാണും. പക്ഷെ ഇപ്പം എല്ലായിടത്തും പോലെ ഗ്രൗണ്ട് വാട്ടർ താന്നു പോകുന്ന ഒരു പ്രശ്നം ഇവിടെയും ഉണ്ട്. അങ്ങനെയുണ്ടോ? അതുണ്ട്. അത് ഒരു ജിയോളജി ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വെള്ളം വറ്റിപ്പോവും. വറ്റിപ്പോ, അതായത് താഴ്ച കൂട്ടി കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇപ്പൊ ഇത് തന്നെ നല്ല വേനൽക്ക് ഇത്രയൊന്നും ഉണ്ടാവില്ല. അതെ, ഈ ആകെ ഒരു വെള്ളമുള്ളതിൽ കൂടുതലും പാടയൊക്കെ ആയിരുന്നല്ലോ. അത് ഒരു പ്രത്യേക പൊസിഷൻ ആംഗിൾ എടുത്താൽ പാട കാണാൻ പറ്റും. വേനൽ ഒടുവാകുമ്പോഴത്തേക്ക് ആ പാട മാത്രമേ കൂടുതലും ഉണ്ടാവുള്ളൂ. അങ്ങനെ പ്രശ്നം ഉണ്ടത്. അതുകൊണ്ട് കൂടുതൽ ആഴും സ്ഥലങ്ങളിലെ കിണർ നമ്മൾ അടിക്കാൻ വേണ്ടി, ഇത് കുടിവെള്ളത്തിന് വേണ്ടി മാത്രം ആശ്രയിക്കുന്നതാണ്. ഇത് ഇപ്പോ ചെറിയ ആവശ്യമാണെങ്കിൽ ഇത് തന്നെ മതിയാവില്ല. പക്ഷെ ഇത് വലിയ സെറ്റപ്പ് 2 ഇതല്ലേ, അതുകൊണ്ട് അതിന് വേറെ കിണറുണ്ട്. പക്ഷെ ആ കിണർ ഇത്രയും ദൂരം ഉള്ളെങ്കിലും ഇതിന്റെ നല്ല വ്യത്യാസമുണ്ട്. ഏത് ഹാർഡ്നെസ് നല്ല വ്യത്യാസമുണ്ട്. ഇത് പിന്നെ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിന്റെ പാടം ഒഴിവാക്കി കഴിഞ്ഞാൽ മേ ബി നമുക്ക് റിലേറ്റബിൾ ആണ്, നമ്മളെ സാധാരണ കുടിക്കാൻ പറ്റും, കുഴപ്പമില്ലാതെ. പിന്നെ ഒരു കാര്യം കേട്ടോ, നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും വെതർ എങ്ങനെയുണ്ട്, കാലാവസ്ഥയെ ചോദിക്കാറ്. ലക്ഷദ്വീപ് ആകുമ്പോൾ കാലാവസ്ഥ നമ്മളെ ഒരു കൾച്ചറിന്റെ ഭാഗമാണല്ലോ. എപ്പോഴും ഹൗസ് വെതർ എന്ന് വെച്ചൊരു ഇതായി. എന്നാൽ അത് കേരളത്തിന്റെ ഡിറ്റോ ആണ്. അവിടെ ന്യൂനമർദ്ദം വരുമ്പോൾ പിന്നെ ലോക്കലായ ചില ക്ലൗഡ്സ് കാര്യങ്ങൾ അതിന്റെ മഴ അത് ഇവിടെ മാത്രമായി ചിലപ്പോൾ ഇതേക്കാം. അവിടെ പഞ്ചായത്തിൽ തന്നെ മാറി മാറി കേരളത്തിൽ തന്നെ പഞ്ചായത്തിൽ ആൾക്കാരെന്നുള്ള അനുഭവം ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിങ്ങനെ ലക്ഷദ്വീപിലേക്ക് ഇങ്ങനെ ബോട്ടിൽ വരുമ്പോൾ ഫസ്റ്റ് ടൈം ആ എക്സൈറ്റ്മെന്റ് എന്താണെന്നറിയോ, ആ ക്ലിയർ വാട്ടർ കാണുന്ന ആ സെറിനിറ്റി കാണുമ്പോഴുള്ള എക്സൈറ്റ്മെന്റ് പിന്നെ ശീലവും. ആ ഒരു സെറിനിറ്റി ആളുകളുടെ മനസ്സിലുണ്ട്. അപ്പൊ ഷുക്കൂർ ഭായ് ഓഫീസിലേക്ക് പോയി, ഞാനും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച നടക്കാം എന്നാണ്, പക്ഷെ നല്ല വെയിലാണ്.
അപ്പോൾ നമുക്കൊന്നും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ലാത്ത സ്ഥലത്ത് കുറേ ദൂരം നമ്മൾ വെയിൽ കൊണ്ട് വെറുതെ ഇങ്ങനെ നടക്കേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനും ഷാദിഖിൻ്റെ ബൈക്ക് ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ ബൈക്ക് എടുത്ത് ഇറങ്ങിയതാണ് കേട്ടോ. പുള്ളി പറഞ്ഞില്ലേ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു സ്നേഹത്തിൻ്റെ കാര്യം, നമ്മളത് പല പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ളതാണ്. നിങ്ങളതിൻ്റെ വീഡിയോകളിലൊക്കെ കുറേ അതിൻ്റെ എക്സാമ്പിൾസ് കണ്ടതൊക്കെയാണ്. പക്ഷേ വേറൊരു കാര്യം ഇപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ട്, ഇപ്പോൾ നോമ്പ് തുറക്കാനേ നമുക്ക് ഡേറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല ആൾക്കാർക്ക്. ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മുടെ നവാസ് ഭായ് നാട്ടിലില്ല, ഇവിടെ ഇല്ല, പുള്ളി കൊച്ചി പോയിക്കാണ് ഷാദിഖിൻ്റെ കൂടെ. അപ്പോൾ ഉണ്ടല്ലോ നവാസിനെ അവിടേക്ക് വിളിച്ചിട്ട് ഇവിടുത്തെ ഏതൊരു കമ്മിറ്റി എന്തോ നോമ്പ് തുറക്കാൻ എന്നോട് ഇന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അൽത്താഫ് ഭായ് ഇന്നലെ അൽത്താഫ് ഭായിൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലായിരുന്നു, ഇന്നും വേറൊരു ജ്യേഷ്ഠൻ്റെ വീട്ടിലെന്തോ നോമ്പ് തുറ ചെല്ലാൻ പറഞ്ഞിട്ട് വിളിച്ചു. അതുപോലെ തന്നെ സെയിം ഡേ ഇന്ന് തന്നെ നമ്മുടെ പോലീസുകാരൻ നസീമുദ്ദീൻ നിർബന്ധിച്ച് വിളിക്കാം. അപ്പോൾ 3 പരിപാടിയായപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീരുമാനിക്കും ഞാൻ എങ്ങോട്ട് വരണമെന്ന്. അതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മൾ അന്ന് വന്നപ്പോഴേ ഇവിടെ വീടുകൾ പണിയുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ സംസാരിച്ച ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അതായത് വീടുണ്ടാക്കാൻ വേണ്ട മുഴുവൻ സാധനങ്ങളും മെയിൻലാൻഡിൽ നിന്ന് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ എക്സ്പെൻഷനെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. അന്ന് എനിക്ക് തോന്നാത്തൊരു കാര്യം തോന്നിയതാണ് ഇപ്പോൾ. അതായത് നമ്മുടെ ഈ തറ കെട്ടൂലേ, വീട് പണിയാൻ തറ കെട്ടൂലേ, തറൻ്റെ അകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണ് വേണ്ടേ, ആ മണ്ണ് ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് എനിക്കറിയില്ല. അതൊന്നും നമുക്ക് ആരെങ്കിലും കാണുമ്പോൾ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അത് നല്ലൊരു ഡൗട്ടാണ്. മണ്ണ് എന്തായാലും ഇവിടുന്ന് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, കാരണം ആകെ കുറച്ച് മണ്ണല്ലേ ഉള്ളൂ. അതിലാണല്ലോ ഈ നാട് നിൽക്കുന്നത്. അപ്പോൾ അതെടുത്ത് തറയ്ക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. നമുക്കത് അന്വേഷിക്കാം. അന്ന് വന്നപ്പോഴത്തേക്കായും പ്രധാനമായിട്ട് എനിക്കിവിടെ വ്യത്യാസം ഫീൽ ചെയ്യുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം നെറ്റ്വർക്ക് വന്നു എന്നുള്ളതാണ് കേട്ടോ. നല്ല സ്പീഡുള്ള ഇൻ്റർനെറ്റ് വന്നു എന്നുള്ളതാണ്. പിന്നെ ടൂറിസ്റ്റുകൾ കുറച്ച് കൂടിയിട്ടുണ്ട്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റുകളും താമസിക്കാനുള്ള സംവിധാനങ്ങൾ, ലോഡ്ജുകളും ഹോട്ടൽ റൂമുകളും അതൊക്കെ കുറേ അധികം വന്നിട്ടുണ്ട്. അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം പറയാനുള്ളത് കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് പിരിച്ചു വിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പഞ്ചായത്ത് പരിപാടി ഇല്ല. കാണുന്നത് കരയിലുള്ള ആളാണോ? കരയിലുള്ള ആൾ കരാന്ന് പറയാറില്ലല്ലോ. കരാന്ന് പറഞ്ഞ് ശീലിച്ചോ? പേര് വിഷ്ണു. വീഡിയോ കണ്ടിട്ടുണ്ട് അല്ലേ? പള്ളി വെച്ച് കണ്ടായിരുന്നു. ചെയ്യണിൻ്റെ എന്നാ? ഓക്കെ 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 ഓക്കെ. കരയിലെവിടെ? ഇടുക്കിയാണോ? ഇവിടെ എന്താ ജോലി? ഇവിടെ ഞാൻ മൊബൈൽ ടിക്കറ്റ്. അതെ, ശരി. കുറേ കാലമായോ? വന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ. എന്നിട്ട് എങ്ങനെയുണ്ട് ലക്ഷദ്വീപ്? ഇഷ്ടപ്പെട്ടു? എവിടെ പോണേ? ഫുഡ് കഴിക്കാൻ പോയതാ? ഓക്കെ ഓക്കെ ഓക്കെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. കട എവിടെ? കട ഹോസ്പിറ്റൽ റോഡില്ലേ? അവിടെ. ആയിക്കോട്ടെ, കാണാം. ഓക്കെ, ശരി ശരി. പുള്ളിങ്ങനെ ബൈക്കിൽ പോകുന്ന വഴിക്ക് ഹൈ എന്ന് പറഞ്ഞാൽ വിളിച്ച് നിർത്തിയതാണ് കേട്ടോ. കരയിലുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരു ഡൗട്ട്. ഇവിടുത്തെ ആൾക്കാർ മെയിൻലാൻഡിനെ കര എന്നാ പറയാം. അവിടുന്ന് വന്ന ആൾക്കാർ സാധാരണ അങ്ങനെ പറയാറില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ശീലിച്ചത് അത്രേ പുള്ളി. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ കുറേ വീഡിയോകളിലൂടെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഒരുപാടൊന്നുമില്ല, കുറച്ച് തരം വെറൈറ്റീസ് ഓഫ് മരങ്ങളുണ്ട്. ഇത് ഇവിടുത്തെ ഒരു മ്യൂസിയം, അതുപോലെ തന്നെ ഇതാണ് കേട്ടോ, പ്ലാനറ്റോറിയാണ്. പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ ആൽമരം കണ്ടിട്ടുണ്ട്. ഇതുപോലത്തെ ആൽമരം. അവിടെ ഒരു ശിവക്ഷേത്രം നമ്മൾ അന്ന് കാണിച്ചിരുന്നു. ഇവിടെ ഒരു അമ്പലമുണ്ട്, ശിവക്ഷേത്രം. അവിടെയും ഇതുപോലത്തെ ഒരു വലിയ ആൽമരമുണ്ട്. ഇവിടെ ഇങ്ങനെ നിറയെ റോഡ്സാണ് കേട്ടോ, അലങ്ങും വിലങ്ങും പോക്കറ്റ് റോഡ്സൊക്കെയാണ്. എനിക്കതുകൊണ്ട് കാര്യമായിട്ട് ഇവിടുത്തെ വഴികളൊന്നും പഠിഞ്ഞിട്ടില്ല. ഇതാണ് KV കേന്ദ്രീയ വിദ്യാലയം. ഇവിടെയായിരുന്നു സച്ചു വർക്ക് ചെയ്തിരുന്നത് കേട്ടോ. അവളിപ്പോൾ ട്രാൻസ്ഫറായി, ഇപ്പോൾ തൃശ്ശൂരാണുള്ളത്. ഇങ്ങനെ നിറയെ റോഡുകൾ, ഈ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റോഡുകൾ തലങ്ങും വിലങ്ങും ഇങ്ങനെ പോവുകയാണ്. അത് കാരണം എനിക്ക് വഴികളൊന്നും ശരിക്കും പഠിഞ്ഞിട്ടില്ല, ഒരുവിധം അങ്ങനെ പോകുന്നുള്ളൂ. പിന്നെ ഇത്രയല്ലേ ഏരിയ ഉള്ളത്, അതുകൊണ്ട് പിന്നെ വഴി തെറ്റിയിട്ട് കുറേ ദൂരം പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. വഴി തെറ്റി കുറച്ച് അധികം പോയി കഴിഞ്ഞാൽ കടലിലേക്ക് എത്തും. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ചോളും. പക്ഷെ നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ പതുക്കെ ബൈക്കിൽ ഇങ്ങനെ പോകാൻ. വളരെ അപൂർവം സമയത്ത് മാത്രമേ നമ്മൾ വെയിൽ കൊള്ളുന്നുള്ളൂ. അതുപോലെ ഇവിടെ ഒരു സ്കൂളിൻ്റെ കെട്ടിടമുണ്ടായിരുന്നു കേട്ടോ. ആ കെട്ടിടത്തിൻ്റെ കുറേ പൊളിച്ചു, ഇനി അവിടെ കുറച്ച് ബാക്കിയുണ്ട്. ഇവിടുത്തെ ഏറ്റവും പഴയ സ്കൂളായിരുന്നു. അന്ന് ഞാൻ വരുമ്പോഴൊക്കെ ആ ബിൽഡിംഗ് ഇവിടെ ഉണ്ട്, പക്ഷെ ഇപ്പോൾ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. കോൺക്രീറ്റ് റോഡുകൾ കൂടാതെ ഇങ്ങനെയുള്ള ചെറിയ ഊടുവഴികളുണ്ട് കേട്ടോ. ഈ സാദിഖിൻ്റെ കൂടെയൊക്കെ ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞ് ഇങ്ങനത്തെ ചെറിയ വഴി കൂടെയാണ് പോകും. നമ്മൾ വിചാരിക്കും അത് വീടുകളുടെ മുറ്റത്തൂടെ പോണ പോലെ തോന്നും നമുക്ക്. പക്ഷേ ഇത് ഒരു സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വഴികളാണ്. എല്ലാവരും ഇങ്ങനെ ബൈക്ക് കൊണ്ടും ഇതുകൊണ്ടൊക്കെ പോകുന്ന വഴികൾ തന്നെയാണ്. കണ്ടോ എന്ത് ഭംഗിയല്ലേ? എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ, ഇങ്ങനത്തെ സ്ഥലത്തൂടെ ഇങ്ങനെ പോകാനൊക്കെ ഭയങ്കര രസമാണ്. ഇത് പിന്നെ എങ്ങോട്ടാ പോവാ? അയ്യോ
ഇവിടെ വെച്ചിട്ട് ഈ വഴി അവസാനിച്ച് സുഹൃത്തുക്കളെ അവസാനിച്ചു. ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഈ വഴി പോവാം. ഈ വഴിയും ചിലപ്പോൾ എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കും. പക്ഷെ ഒരു കോൺക്രീറ്റ് റോഡിലേക്ക് എത്തേണ്ടതാണ് ഇങ്ങനത്തെ വഴികളൊക്കെ. ഇവിടെ വഴീൻ്റെ നടുവിൽ തന്നെ 2 തെങ്ങുണ്ട് കണ്ടോ. അടിപൊളി. ഇതൊക്കെ ഏതോ വീടിൻ്റെ മുറ്റത്തേക്കൊക്കെ ആയിട്ട് പോണത്. അമ്പോ ഓക്കെ. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് അധികം പോയിട്ടില്ലേ, സാദിഖിൻ്റെ കൂടെ പോയില്ലേ. ഇത് കണ്ടോ വഴികൾ കണ്ടോ, കുറേ തെങ്ങ്, അതിൻ്റെ ചുറ്റും ഇങ്ങനെ വണ്ടികൾ പോയി ഇങ്ങനെ വഴികളായതാ. നല്ല രസമുള്ള സ്ഥലമാണ്. യെസ് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഒരു ടാറിട്ട റോട്ടിലേക്ക് എത്തി. സക്സസ്. അസ്സലാമു അലൈക്കും. ഒന്നുമില്ല, ഞാൻ വെറുതെ ഒരാളെ പരിചയപ്പെട്ടാണ്. ഇദ്ദേഹത്തിന്റെ പേര് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. കിടാവ് അങ്ങനെ പേരുണ്ടല്ലേ? വേറെയും കുറെ ആൾക്കാർക്ക് അങ്ങനെ പേരുണ്ട്. ഇവിടുത്തെ ഈ ദ്വീപിൽ തന്നെ? അമിനി ദ്വീപ്. ഇപ്പൊ എവിടെ പോയതാ? മീൻ വാങ്ങാനേ? അപ്പൊ ഇല്ലേ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മീൻ വാങ്ങാന്ന് പറഞ്ഞ ചൂരല്ലേ? ചൂര നിങ്ങള് ജനിച്ചേ മുതൽ മിക്ക ദിവസവും കഴിക്കണല്ലേ? അത് മടുക്കൂല അല്ലേ? പക്ഷെ ഞാനിപ്പോ എവിടെ ഏത് വീട്ടിൽ എപ്പോ പോയാലും എന്ത് ഫുഡ് ഉണ്ടെങ്കിലും ചൂര അതിന്റെ കൂടെ ഉണ്ടാവും. ആയിക്കോട്ടെ, പക്ഷെ കഴിക്കാത്ത ഇഷ്ടം വരെ ആൾക്കാരുണ്ട്. മാസ് ചൂര ഉണ്ടല്ലോ, മാസ് ചൂര ചൂടാണ്. ഓ, ശരീരത്തിന് ചൂടാണ്. ചൂടിന്റെ സമയത്ത് അത് കഴിക്കുമ്പോ നമുക്ക് വയറ് വന്നു. ഓ, അത് ശരി. അതുകൊണ്ട് കഴിക്കൂല. അവരെന്ത് ചെയ്യും? ലഗൂൺ ഫിഷ് ആണ്. ലഗൂൺ ഫിഷ് കണ്ടെടുക്കും. ലഗൂൺ ഫിഷിന് വില കൂടുതലാണ്. എല്ലാം വില കണക്കാണ് ഇവിടെ. വിലക്ക് എല്ലാം വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഏതാണ്ടൊക്കെ ഒരു സാമ്യത ഉണ്ട്. പിന്നെ കുറേ സമയം ഞങ്ങളങ്ങനെ സംസാരിച്ച് നിന്നു. ആൾ അടിപൊളിയാണ്. നേരത്തെ എനിക്കുണ്ടായിരുന്നൊരു സംശയം ഉണ്ടല്ലോ, അതൊക്കെ പുള്ളി തീർത്ത് തന്നു കേട്ടോ. ഇപ്പോൾ ദാ നമ്മൾ ബീച്ച് റോഡിലെത്തി. ബീച്ച് റോഡ് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ റോഡാണ്, നിങ്ങൾക്കറിയാം. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ കവരത്തിയിലെ ജെട്ടി, അതായത് കവരത്തിയിൽ നമ്മൾ വന്ന് ഇറങ്ങുന്ന ആ സ്ഥലത്തേക്കാണ് എത്തുക. അതെ, ആശ്രഫിക്കാണ്. നിങ്ങൾ വ്യൂ കണ്ടിട്ടുണ്ടോ? ആ, സന്തോഷം. ഇവിടെ തന്നെയാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ പേര് കിടാവോ? ആ, പേര് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ കുഴപ്പം? ഞാൻ വെറുതെ ഇങ്ങനെ ഇറങ്ങി സാധിക്കണ്ടേ. കൊച്ചി പോയിക്കാം. അവൻ കൊച്ചി പോയിക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെ ഇറങ്ങിയാണ്. സാദിഖിന്റെ വീട്ടിലായിരുന്നു. ഇപ്പൊ അപ്പുറത്ത് വേറെ ഫ്രണ്ട് അവന്റെ കൂടെ. എന്താ ചെയ്യുന്നത് നിങ്ങള്? ആണോ? ചൂരടിക്കാൻ പോകും? രാത്രി ടൈമിൽ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് ലഗൂണിന്റെ ഉള്ളിൽ. ആണോ? ഇന്ന് പിടിക്കോ? ഇന്ന് വെള്ളിയാഴ്ച രാത്രിയാണ്. ഇന്ന് പോകില്ല. 27 നോമ്പാണ്. രണ്ടും കൂടെ അടുത്ത ദിവസം പോകും. നാളെ രാത്രി പോകും. നമ്മള് മുങ്ങിട്ടുള്ള ഹണ്ടിങ് ആണ്. മറ്റേ കുത്തിയിട്ടുള്ള പിടിക്കുക ആണോ? അതിന് എനിക്ക് വരാൻ പറ്റുമോ? വലിയ വെള്ളമായിരിക്കും. ഞാൻ വെള്ളത്തിലാണ്, ഞാൻ ഫുള്ള് നീന്തിട്ടാണ് പോകുന്നത്. 2.5 മണിക്കൂർ കരയിൽ നീന്തിട്ട് തിരടിക്കുന്നവര് പോകും, ചിലപ്പോൾ എന്റെ പുറത്ത് പോകും. അല്ല, അപ്പൊ അവിടെ നിൽക്കാനില്ല. അല്ല, നമ്മള് കാലില് ഫിൻസ് ഒക്കെ ഉണ്ടാവും. നിക്കൂല തീരെ. 2.5 മണിക്കൂർ വെള്ളത്തിലോ? 2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പോകും. നിങ്ങൾ നിലത്ത് നിൽക്കാതെ തുഴഞ്ഞിട്ട് തന്നെ? ഇതാവൂലേ? ക്ഷീണിക്കൂലേ? തന്നെ? അതെനിക്കറിയില്ല കേട്ടോ. ഈ 2-3 മണിക്കൂർ ഒരാൾ നീന്തിപ്പോയി മീൻ പിടിക്കണ എനിക്കറിയാം. ഇവിടുത്തെ കൂടുതലും പോകുന്നത് ഈ ചെറിയ ബോട്ടൊക്കെ അല്ലേ, ആ ബോട്ടില് തെക്ക് ഭാഗത്ത് പോയിട്ട് പിന്നെ ബോട്ട് ഒരാളുണ്ടാവും, 2-3 പേര് ഇറങ്ങിയിട്ട് മീൻ പിടിക്കും. അതായത് കയ്യില് മീന് ഇടാനുള്ള സാധനമൊക്കെ ഉണ്ടാവും. അതില് മീനെ ഫുള്ളാകുമ്പോൾ വന്ന് ബോട്ടിലിടും. പിന്നെ അവിടെ കയറി. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് തന്നെ നീന്തി പോകും? ഞാന് ചെറിയൊരു ക്യാനുണ്ട്, നമ്മുടെ ഓയിലിന്റെ ഫൈബർ ഓയിലിന്റെ ക്യാൻ. അത് മുളഭാഗം മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മീനിടാം. അത് കരയിൽ കെട്ടിയിട്ട് വിടും. ഓ, അപ്പൊ 2.5 മണിക്കൂർ നല്ല ആഴമൊക്കെ ഉണ്ടാവില്ലേ? അപ്പുറം പോവോ? റീഫിന്റെ അപ്പുറം പോവോ? സമ്മതിക്കാം. എന്നാലും പോവില്ലേ? അതെനിക്ക് ഭയങ്കര അത്ഭുതമായി. അപ്പൊ ഒരു വള്ളം കൊണ്ട് പോയി കൂടെ? വള്ളം കൊണ്ട് പോകുമ്പോ പിന്നെ എക്സ്ട്രാ ആളൊക്കെ വേണം. പിന്നെ അത് മാത്രം നമ്മളെ ഇറങ്ങിയാൽ എന്തായാലും കേറൂല. അയാള് വെറുതെ ഇരുന്നിട്ട് പോരടിക്കും. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അല്ലേ? കാര്യമൊന്നുമില്ല. നമ്മളിങ്ങനെ ഫുള്ള് നീന്തല. അത്യാവശ്യം മീൻ കിട്ടും ചില ടൈമില് ക്യാന് ഫുള്ള്. ഇപ്പൊ നമ്മള് ക്യാനില് ഏകദേശം ഒരു 10-15 കിലോ വരെ ചില സമയത്ത് ഒരു മീൻ തന്നെ 2-3 കിലോന്റെ മേളിൽ ഉണ്ടാവും. അങ്ങനെ ലഗൂൺ ഫിഷ്. ഇപ്പൊ എനിക്ക് സാധിക്കുന്ന വീട്ടിൽ നിന്നൊക്കെ ഞാൻ മിക്കവാറും ദിവസം കഴിക്കുന്നുണ്ട്. അതിനൊക്കെ എന്താ വില? അപ്പൊ ഇപ്പൊ 250, ചില നിങ്ങൾക്ക് 250 കിട്ടും 1 കിലോ. ഞങ്ങള് 3
3 പേരുണ്ടാവും. ചില ടൈമിൽ ഞാൻ ഒറ്റക്കായിരിക്കും. ഇന്നലെ രാത്രി ഞാൻ പോയിരുന്നു ഒറ്റക്ക്. അതെല്ലേ? നമ്മളെ ടൂറിസ്റ്റ് കാട്ടില്ലേ അതിന്റെ അവിടുന്ന് പോയി. എനിക്ക് നിങ്ങളെ കൂടെ എനിക്ക് വരാൻ പറ്റില്ലല്ലോ, ഞാൻ വള്ളത്തിൽ വരണല്ലേ. നിങ്ങളെ കൂടെ പോകുമ്പോൾ കുഴപ്പമില്ല. അത് വേറെ ആളെ കൂട്ടിയിട്ട് നമ്മള് വെള്ളത്തിൽ പോയിട്ട് ഇറങ്ങാം. നോക്കട്ടെ, എനിക്ക് നമ്പറും തരും. പക്ഷേ ഞാൻ ഇങ്ങനെയല്ലോ നിങ്ങളുടെ കൂടെ വരാൻ. അപ്പം നിങ്ങളെ ഇതൊന്നും കാണാമല്ലോ ലൈഫ് കേട്ടോ. പേരെന്തായിരുന്നു? റാസി. സന്തോഷം പരിചയപ്പെട്ടു. ഇല്ല, ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ളൂ. ആയിക്കോട്ടെ. പിന്നെ കുറേ സമയം ഞാനും ആ സുഹൃത്തും കൂടി അവിടെ സംസാരിച്ചിരുന്നു കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ പുള്ളി പറയുന്ന ഓരോ കാര്യങ്ങളും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം കേൾക്കുന്നത്. കരയിന്ന് ഒരാൾ ഒരു ക്യാനൊക്കെ ശരീരത്തിൽ കെട്ടി വെച്ചിട്ട് വേറെ കുറേ സാമഗ്രികളൊക്കെ കൊണ്ട് നീന്തിയിട്ട് 3 മണിക്കൂറോളം കടലിൽ നീന്തി മീൻ പിടിക്കാത്ത. ഈ 3 മണിക്കൂറും പുള്ളിയുടെ കാല് മിനിമം കാലെങ്കിലും വർക്ക് ചെയ്യണം. കാലിൽ ഫിൻസൊക്കെ വെച്ചിട്ടുണ്ടാവും, മറ്റേ ആ ഡൈവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വെക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടുണ്ടാവും. എങ്കിൽ പോലും 3 മണിക്കൂർ ഇങ്ങനെ കടലിൽ പൊങ്ങി നിൽക്കണ്ടേ? അത് അത്യാവശ്യം നല്ലൊരു അധ്വാനമായിരിക്കില്ലേ, അതും രാത്രിയിൽ. എന്നിട്ട് ടോർച്ചുണ്ടാവും, മീനെ കുത്താനുള്ള കുന്തമുണ്ടാവും, പിന്നെ മീനെ പിടിക്കാനുള്ള പ്രത്യേകതരം വലയുണ്ടാവും. ഇതൊക്കെ കയ്യിൽ വെച്ചിട്ട് വെള്ളമൊന്നുമില്ലാതെ നീന്തി പോയിട്ട് മീൻ പിടിച്ച് വരും അത്രേ. അപ്പോൾ ആ കഥകളൊക്കെ പുള്ളി പറഞ്ഞ്. അപ്പോൾ ഞാനെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് പറയാത്തതിൻ്റെ കാരണം അത് ഞാനൊന്ന് കാണണമെന്നൊരു ആഗ്രഹം, പുള്ളിയുടെ കൂടെ ഒരു ദിവസം പോകാൻ. പക്ഷേ പുള്ളിയുടെ കൂടെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലല്ല, പുള്ളി നീന്തിയിട്ടല്ലേ പോണത്. അപ്പോൾ ഇതേ രീതിയിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ വള്ളം കൊണ്ട് പോകുന്ന ടീമുണ്ട് അത്രേ. അപ്പോൾ ഒരു വള്ളത്തിൽ ഞാൻ പോയിട്ട് പുള്ളി നീന്തിയിട്ട് പോയി കഴിഞ്ഞാൽ പുള്ളിയുടെ ആ മീൻ പിടുത്തവും പുള്ളിയുടെ ലൈഫൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് പോവാത്ത ദിവസമാണ്, നാളെ പറ്റുമെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി നമ്മളോട് സ്നേഹമുള്ള ആളാണ്, പരമാവധി ട്രൈ ചെയ്യും. പറ്റുകയാണെങ്കിൽ നമുക്ക് പുള്ളിയുടെ ലൈഫ് ഒന്ന് കാണാം, അടിപൊളിയായിരിക്കും. പിന്നെന്താ ഞാൻ പറയാൻ മറന്നിട്ടോ, നമുക്കിപ്പോൾ ബീച്ചിലാണുള്ളത്. കണ്ടോ ഈ വെളുത്ത മണ്ണും നീല വെള്ളം. ഞാനന്ന് ഫെബിയും കുട്ടികളായിട്ടൊക്കെ വന്നപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ ഇതിനകത്ത് കുറേ സമയം ചിലവഴിച്ചിട്ടോ, ഭയങ്കര രസമായിരുന്നു. റമദാനിൽ ഇവർ വെള്ളത്തിൽ ഇറങ്ങൂല. നമ്മളവിടെ ഉണ്ടല്ലോ ഒരു മുങ്ങിക്കുളിച്ച് കഴിഞ്ഞാൽ നോമ്പ് മുറിയെന്നൊക്കെയുള്ള വിശ്വാസം ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും ഇവിടെ ഒരു വെള്ളത്തിൽ ഇറങ്ങൂല റമദാനിൽ. ഇനിയിപ്പോൾ റമദാൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുട്ടികൾക്കും സ്കൂളൊന്നുമില്ല, വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ ഇനി നിറയെ കുട്ടികളൊക്കെ ആയിരിക്കും കടലിൽ കേട്ടോ. നല്ല രസമാണ്. ലഗൂണിൽ ഇങ്ങനെ കളിക്കുന്നതാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഏറ്റവും നല്ലൊരു പ്രധാനപ്പെട്ട ഒരു വിനോദം. കടലിൽ എന്തോ ഒരു കറുത്തൊരു സാധനം ഉണ്ട് കേട്ടോ. ആദ്യം ഈ പായൽ ഉണങ്ങിയാൽ തോന്നുന്നുണ്ട് കേട്ടോ, കണ്ടോ. അത് പക്ഷേ ഈ കരയോട് ചേർന്നുള്ള ഭാഗത്തുള്ളൂ, അങ്ങോട്ടൊന്നും കാണാനില്ല. ഇന്ന് റമദാൻ 27-ാം രാവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ പള്ളിയിലൊരു പരിപാടി ഉണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ഖബറടക്കിയ പള്ളിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അങ്ങനത്തെ എന്തോ ഒരു പരിപാടിയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് വൈകുന്നേരം അസർ നമസ്കാരത്തിൻ്റെ സമയത്തൊക്കെ ആയിട്ട് എല്ലാ വീടുകളിൽ നിന്നും ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളോ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ പള്ളിയിൽ കൊണ്ടുപോയിട്ട് വെക്കുത്തരം. അതൊരു പരിപാടിയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ, സമീറ. അപ്പോൾ അവളെ വീട്ടിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എനിക്ക് അതൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളെ വിളിച്ചിരുന്നു കേട്ടോ. എന്നിട്ടിപ്പോൾ അവർ പക്ഷെ ഒന്നും ഉണ്ടാക്കുന്നില്ല അത്ര വീട്ടിൽ നിന്ന്, ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുപോയി കൊടുക്കുകയെന്ന് പറഞ്ഞു. അയലോക്കത്തെ ഏതെങ്കിലും വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളുടെ വിളി വെയിറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ വന്നിരുന്നപ്പോഴാണ് നമ്മുടെ മീൻ പിടിക്കുന്ന സുഹൃത്തിനെ കണ്ടത്. ഓരോന്ന് പറഞ്ഞിങ്ങനെ കണക്ട് ചെയ്യുന്ന ആ ഒരു യാദൃശ്ചികതയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. അപ്പോൾ നടക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു അടിപൊളി മീൻപിടുത്തം കൂടി കാണാൻ പറ്റും. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ കറങ്ങാം. അതിനിടയ്ക്ക് അവൾ വിളിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ ഹെൽമെറ്റ് ഒരു ശീലമല്ല കേട്ടോ. ഞാൻ ഇന്നേ വരെ ഒരു മനുഷ്യൻ ഇവിടെ ഹെൽമെറ്റ് വെച്ചിട്ട് വണ്ടി ഓടിക്കുന്നത് കണ്ടിട്ടില്ല. സേഫ് അല്ല, സത്യമാണ്. പക്ഷേ ഇവിടെ എനിക്കിപ്പോൾ ഇവിടെ ഹെൽമെറ്റ് വെച്ച് ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ ഹെൽമെറ്റ് ഇല്ല, വേറെ മാർഗമൊന്നുമില്ല. അബൂഖാൻ്റെ മോമോസ് കട, മോമോസിൻ്റെ കട വരെ വന്നു. ഇത് ബീച്ച് റോഡ് ഞാൻ പറഞ്ഞില്ലേ, ഈ റോഡൊക്കെ രാത്രിയിൽ ഏറ്റവും ആക്റ്റീവായിട്ടിരിക്കുക കേട്ടോ. അതായത് കുറേ റെസ്റ്റോറൻറ്റ് ഉണ്ട്, കഫേ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടോ. ഇത് കഫേയാണ്. ഇവിടെ കണ്ട ആൾക്കാർ ഇങ്ങനെ സമയം കളയാൻ വേണ്ടിയിട്ടിരിക്കുന്ന സ്ഥലം. ഇതൊക്കെ ഓരോ ചെറിയ റെസ്റ്റോറൻറ്റുകളും കഫേകളും ഒക്കെ തന്നെയാണ് കേട്ടോ. ഇവിടെ ഈ മീൻ വെക്കുന്ന ചെറിയ കടകളാണ്. ഇവിടെയൊക്കെ വെച്ചിട്ടാണ് ചൂര വെക്കുന്നത് കണ്ടോ. ഈ തിണ്ണകളുണ്ടോ, അവിടെയൊക്കെ വെച്ചിട്ടാണ് മീനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. മാസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞതൊക്കെയാണ്. ഇത് മാസം ഉണക്കാനിടുന്ന സ്ഥലമാണ് ഇതൊക്കെ കണ്ടോ. ഇതിൻ്റെ മുകളിൽ കാണുന്നതിൻ്റെ മുകളിലാണ് മാസം ഉണക്കാനിടുക. ഇവിടെയൊക്കെ കണ്ടോ വലിയ ചെമ്പുകളൊക്കെ കണ്ടോ ബീച്ച് സൈഡിൽ. ഇതൊക്കെ മാസം പുഴുങ്ങാൻ വേണ്ടിയിട്ടുള്ള ചെമ്പുകളൊക്കെയാണ്. ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കടകളാണ്. ഇതൊക്കെ ചെറിയ ചെറിയ കടകളാണ്. ഇവിടെ ഒരു കട ഉണ്ട്. ഇവിടെ വേറൊരു കട ഉണ്ട് കേട്ടോ. എൻ്റെ പേര് വെറൈറ്റിയാണ്. ദിവസം രാത്രി ഞാൻ വന്ന് ചായ ഒക്കെ കുടിച്ചു.
ധാരാവി എന്നാ പേര്, ധാരാവി. അതായത് പറഞ്ഞപ്പോൾ ഇങ്ങനെ വന്നു, ധാരാവി എന്ന് പേരിലൊരു കട. മീൻ ചെറിയ മീനാണ് കേട്ടോ, ചെറിയ മീനാണ്. ട്യൂൺ തന്നെയാണ്, ചൂര തന്നെയാണ്. അവരവരെ തകൃതിയായിട്ട് കച്ചവടം നടക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് ബീച്ചിലേക്ക് ഈ ബോട്ടുകളുടെ ഭാഗത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഈ ഭാഗത്തു നിന്നാണ് നമ്മുടെ സിദ്ധിയുപ്പനെ അന്ന് കണ്ടുമുട്ടുന്നത്. സിദ്ധിയുപ്പനെ കമൻറ്റ് ബോക്സിൽ പല ആൾക്കാരും അന്വേഷിക്കാറുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കാണണം. അദ്ദേഹം എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു സാദിക്ക്. കണ്ടോ, ഇതാണ് ഈ മാസം ഉണക്കുന്ന സാധനങ്ങൾ. ഇതിൻ്റെ മുകളിലിട്ടിട്ടാണ് ഈ ട്യൂണ ഫിഷ് ഉണക്കിയെടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അറിയില്ല എല്ലാവർക്കും. മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രോഡക്റ്റാണ്. അതായത് ഈ ചൂരമീൻ പിടിച്ചിട്ട് ഇവർ അത് പുഴുങ്ങും. വലിയ ചെമ്പുണ്ട് കണ്ട, ഇതുപോലത്തെ വലിയ ചെമ്പുകളിൽ പുഴുങ്ങിയിട്ട് നീളത്തിൽ കട്ട് ചെയ്യും, പീസാക്കിയിട്ട്, എന്നിട്ട് ഉണക്കിയെടുക്കും. അപ്പോൾ ഉണക്കിയെടുത്ത ട്യൂണ ഫിഷാണ് മാസ്. അത് ഉണക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അത് ഈ നെറ്റിൻ്റെ മുകളിലാണ് ഉണക്കുക. അതിന് ഭയങ്കര ഡിമാൻഡാണ്. അത് വേറെ ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ലക്ഷദ്വീപിൽ അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. ലക്ഷദ്വീപിൻ്റെ മാസിന് അത്യാവശ്യം ഡിമാൻഡുണ്ട്. മാസ് ഉപയോഗിച്ചിട്ട് പല പലഹാരങ്ങളും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കും. ഈ മാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂരമീൻ പുഴുങ്ങൂലേ, ആ പുഴുങ്ങിയ വെള്ളം ഉണ്ടല്ലോ, അത് കുറുക്കിയെടുത്തിട്ട് മീൻ ശർക്കര എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടാക്കും. ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വേഗം പറഞ്ഞു പോകുന്നത്. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ലക്ഷദ്വീപ് വീഡിയോസിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും വെക്കുന്നുണ്ട് നമ്മുടെ പഴയ ലക്ഷദ്വീപ് വീഡിയോസിൻ്റെ ലിങ്ക്, പ്ലേ ലിസ്റ്റ് കേട്ടോ. അപ്പോൾ കാണാത്തൊരാളെടുത്ത് നോക്കിയാൽ മതി. ഈ മീൻ ശർക്കരയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ അതിനകത്തുണ്ട്. ഇപ്പോൾ നമ്മൾ കവരത്തിയിലെ ജെട്ടി, നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങുന്ന സ്ഥലമാണിത്. ഇവിടെ ഒരു കലാഭവൻ എന്ന് പറഞ്ഞിട്ട് വലിയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, നമ്മളതൊക്കെ കാണിച്ചാണ് വന്നത്. പക്ഷേ അതിപ്പോൾ പൊളിക്കുകയാണ് കേട്ടോ. കണ്ടോ, അതിന് ആവശ്യമില്ല അത്രേ. ഇവിടെ ഒരു ഗാന്ധി പ്രതിമ ഉണ്ട്. ഇതാണ് കവരത്തിയിലെ ഒരു പ്രൈം സ്പോട്ട്, നമ്മൾ വന്ന് ഇറങ്ങുന്ന സ്ഥലമാണ്. ഇത് പഞ്ചായത്ത് ഓഫീസാണ്. അതിപ്പോൾ ഇനി ആവശ്യമില്ല, പഞ്ചായത്തില്ലല്ലോ. ഇതാണ് ഓട്ടോ സ്റ്റാൻഡ്. ലോകത്തിലെ ഏറ്റവും ആധുനികമായ ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ ആയിരിക്കും കേട്ടോ. വേറെ ഒന്നിനും വലിയ ഡെവലപ്മെൻ്റ് ഒന്നുമില്ലെങ്കിലും ഓട്ടോ സ്റ്റാൻഡ് അടിപൊളിയാണ്, സെറ്റപ്പ് അല്ലേ. ഇവിടെ വേറെ സംഭവം ഉണ്ട്. ഇവിടെ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ബോച്ചെ ഇവിടെ ഒരു ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ചെമ്മണ്ണൂർ ജ്വല്ലറി ആണല്ലോ പുള്ളിയുടെ ബ്രാൻഡ് നെയിം. ഹായ്, അതിൻ്റെ ഇടയ്ക്കൊരു സുഹൃത്ത് വിളിച്ചു, അത് കാരണം പുള്ളിയോട് സംസാരിച്ച് കുറച്ച് സമയം പോയിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ബോബി ചെമ്മണ്ണൂർ ഇവിടെ ഒരു ജ്വല്ലറി തുടങ്ങി. അതിന് പേരിട്ട എന്താണെന്ന് അറിയോ? അൽ ചെമ്മണ്ണൂർ. ഇത് കണ്ടോ, അൽ ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജ്വല്ലേഴ്സ്. എന്തൊക്കെ പറഞ്ഞാലും സംഗതി ഓപ്പൺ ആക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ആ സ്ഥലവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അത് കാരണം പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു തോന്നുന്നുണ്ട്, പക്ഷേ ഉദ്ഘാടനം ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഞാൻ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇതിനെ ശ്രദ്ധിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ ഇങ്ങനെ പൂട്ടിക്കിടക്കുകയാണ്. അപ്പോഴേ ഞാൻ ഒന്ന് ചോദിച്ചു ഒരാളടുത്ത് എന്താ സംഭവം എന്ന്. അൽ ചെമ്മണ്ണൂർ ഇവിടെ കണ്ടോ, നോമ്പുതുറയുടെ സമയമായപ്പോഴത്തേക്കും അത്യാവശ്യം തിരക്കും ബഹളമൊക്കെ ആയിട്ടോ. ഇവിടെ ദാ ഇങ്ങനെ ഒരു മേശപ്പുറത്ത് കുറേ പലഹാരങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അൽത്താഫ്, നമ്മളെ സുഹൃത്ത് അൽത്താഫ്. ഓക്കെ, ഇവിടെ കണ്ടോ ഒരു ചാക്കിലൊരാൾ ഇളനീര് കൊണ്ടുവന്ന് വെക്കുക കേട്ടോ. ചുളല കച്ചവടം നടക്കുകയാണ്. അൽത്താഫ് വന്നു. അൽത്താഫിനോട് കുറച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നമുക്ക് ആ പള്ളിയിലത്തെ പരിപാടി കാണാൻ പറ്റുമോ കേട്ടോ. സമീറ ഇതുവരെ വിളിച്ചില്ല. അപ്പോൾ അൽത്താഫ് പറഞ്ഞു ഇവിടെ മിക്കവാറും പള്ളികളിലൊക്കെ അത് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ബൈക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു, ഒരു പള്ളിൻ്റെ ഭാഗത്തേക്ക്, മൊഹീദ്ദീൻ പള്ളി. കുറേ ആൾക്കാരുണ്ടോ. ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഓരോ പലഹാരങ്ങളും ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് പള്ളിയിലേക്ക് കൊടുക്കാൻ വേണ്ടി വരുന്നവരാണ്, കൊടുത്തിട്ട് പോകുന്നവരാണ്. ചെരുപ്പ് ഒരിടും. ഈ പള്ളി എന്ത് മനോഹരമാണ് നോക്കി. പക്ഷേ ഓപ്പോസിറ്റ് വെളിച്ചമായതുകൊണ്ട് കറക്റ്റായിട്ട് കാണുന്നില്ല തോന്നുന്നുണ്ട്. പക്ഷെ നല്ല ഭംഗിയുള്ള പള്ളിയാണ് കേട്ടോ. മുറ്റം ഫുള്ള് മണൽ. ഈ മണൽ ബീച്ചിൽ നിന്ന് കൊണ്ടുവന്നിരുന്നതാ ആണോ? ഇട്ടിട്ടുണ്ടാവില്ലേ, വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടില്ലേ. കണ്ടോ, നല്ല വൃത്തിയല്ലേ. ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് ഇരിക്കാൻ പറ്റും. ചീരണിക്കൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ നമുക്ക് ഇവിടെ എവിടെ ഇരിക്കാമല്ലോ. കണ്ടോ, ആൾക്കാരൊക്കെ ഈ സംഭവം കൊണ്ടുവരുന്നതാണ്. അതിനും ചീരണി വരാൻ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ചീരണി ഇറച്ചിയൊക്കെയുള്ള സാധനം അവിടെ കൊണ്ടു കൊടുക്കും. കണ്ടോ, ഈ ഭാഗത്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയില്ലേ പള്ളി കാണാൻ. ഇവിടെ കണ്ടോ ആൾക്കാർ ഇങ്ങനെ ഫുഡ് കൊണ്ടുവന്നിട്ട് പലതരം ഭക്ഷണം ഉണ്ടാവും കേട്ടോ. അതായത് റൈസും മീറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു ചെമ്പിലിടാൻ കേട്ടോ. ഓരോ വീട്ടിൽ നിന്നും ഓരോ തരത്തിലുള്ള റൈസും ഒക്കെയാണ് കൊണ്ടുവരുന്നുണ്ടാവുക. അതൊക്കെ ഒരു ചെമ്പിലേക്കിടും കണ്ടോ. പിന്നെ ഇവിടെ വേറെ കുറച്ച് ബക്കറ്റുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈത്തപ്പഴം കൊണ്ടുവന്നതൊക്കെ ഇതിനകത്ത് ഇടുന്നു. കോഴിമുട്ട, ഇവിടെ കേക്ക് പോലത്തെ സംഭവങ്ങളൊക്കെ, ഇത് ഹലുവ,
ഇവിടെ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റുകൾ, ഇവിടെ എണ്ണക്കടികൾ, പഴം, കണ്ടോ ഇതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ബക്കറ്റുകളിൽ ഓരോ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് ഇങ്ങനെ ഇടുവാണ്. ഇത് കണ്ടോ ആൾക്കാർ കൊണ്ടുവരുന്ന സംഭവങ്ങൾ ഇവിടെ ഈ കുട്ടികൾക്ക് കൊടുക്കാനുണ്ടോ. ഈ കുട്ടികൾ ഇവിടെ സർവീസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരാണിതിങ്ങനെ ഓരോന്നും നോക്കിയിട്ട് സെപ്പറേറ്റ് ഇട്ടുന്നത്. ഞാൻ വിചാരിച്ചു ഇവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സംഭവമാണെന്ന്. പക്ഷെ അതല്ല, ഇവരിവിടെ ഇത് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. ഇതെന്താ സംഭവം ഞാൻ കുറേ ആൾക്കാരെ അന്വേഷിച്ചിട്ടോ. ആരും ക്യാമറയിൽ പറയാൻ തയ്യാറാകുന്നില്ല. പക്ഷേ എന്തായാലും എനിക്ക് പറഞ്ഞു തന്നിട്ടോ വിശദമായിട്ട്. അതായത് ഇപ്പോൾ ഒരാളുടെ റിലേറ്റീവ് ആരെങ്കിലും മരിച്ചിട്ട് ആ പള്ളിയുടെ ഖബർസ്ഥാനിലാണ് മറവ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവർ ഈ ഒരു ദിവസം, അതായത് ഈ 27-ാം രാവിൻ്റെ ദിവസം അസർ മഗ്രിബ് നമസ്കാരങ്ങൾക്ക് ഇടയിലുള്ള സമയത്ത് ഇങ്ങനെ അവരുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതോ അതല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്നതോ ആയിട്ടുള്ള പലഹാരങ്ങൾ, പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് കടയിൽ നിന്ന് വാങ്ങിയിട്ടും കൊണ്ടുപോകും. ഇങ്ങനെ പലഹാരങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊടുക്കും. അതിപ്പോൾ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് അതവിടെ ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വേറെ വെക്കും. എന്നിട്ട് അവിടെ അവരുടെ ഖബറിൽ ഇവർ പ്രാർത്ഥിക്കും. അതായത് അവരുടെ ഈ മരിച്ചുപോയ ബന്ധുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അതിനുശേഷം മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട്, മീൻസ് നോമ്പ് തുറന്നിട്ട് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ അന്ന് ആ മഗ്രിബ് നമസ്കാരത്തിന് വന്ന ആൾക്കാർക്ക് ഈ ആളുകളെല്ലാവരും കൊണ്ടുവന്ന ഭക്ഷണമല്ലേ അത് മൊത്തത്തിൽ അങ്ങോട്ട് വിതരണം ചെയ്ത് കൊടുക്കും. ഇതിൽ ഈ അരി ഭക്ഷണം ഉണ്ടല്ലോ, നെയ്ച്ചോറ്, ബിരിയാണി, അല്ലെങ്കിൽ ഈ ഇട്ടുവെന്തത്, മന്തി റൈസ്, ഇങ്ങനത്തെ പല സാധനങ്ങളും ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെയുള്ള ഐറ്റംസ്, റൈസും മീറ്റും ഒരുമിച്ചിട്ടുള്ള ഈ ഫുഡ് ഐറ്റംസ് എല്ലാം ഒരു ചെമ്പിലേക്കാണ് ഇടുന്നത്. അതുകൊണ്ട് മിക്സ് ചെയ്യുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഐലൻഡർ തന്നെയാണ്. പുള്ളി അത്ഭുതപ്പെടുക, ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാം. ഇതെങ്ങനെ കഴിക്കാമെന്നൊക്കെ അത്ഭുതപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് ഇവിടുത്തെ സ്ഥിരം പരിപാടിയായിരിക്കും. എന്തായാലും ആ ചെമ്പിലുള്ളത് മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ടാണ് അത് വിതരണം ചെയ്യുക. പിന്നെ പലഹാരങ്ങളും, ഹലുവയും, കോഴിമുട്ട പുഴുങ്ങിയതും, ബിസ്ക്കറ്റുകളും, എണ്ണക്കടികളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ അങ്ങനെ മഗ്രിബ് സമയത്ത് അവിടെ നമസ്കരിക്കാൻ വന്ന ആൾക്കാർക്ക് വിതരണം ചെയ്തേ. അപ്പോൾ ഈ കൊടുത്ത ആൾക്കാരുടെ ബന്ധു, അവിടെ മരിച്ച് മറവ് ചെയ്യപ്പെട്ട അവരുടെ ബന്ധുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണിത്. അപ്പോൾ എന്തായാലും അത് കണ്ടതിന് ശേഷം അവിടുന്ന് പോന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഒരു ചീരണി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ നമ്മളൊന്ന് ഇറങ്ങിയിട്ടോ. അവിടെ ഭയങ്കര രസമായിരുന്നു. രസം എന്നല്ല, അവിടെ ഈ ചെമ്പിന്ന് ഇവർ ഈ ഭക്ഷണം ഫുള്ള് ഒരു വലിയ കൊട്ടകളിലേക്ക് മാറ്റിയിട്ട് ആ കൊട്ട കൊണ്ടുവന്നിട്ട് കുറച്ച് ടേബിൾസ് ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി വെക്കുകയാണ്. നിരത്തിയിട്ടാണ് ഈ റൈസ്, ഈ ചോറ് ഇട്ട് വന്നത്. അല്ല, ഇത് ചൂടാറാനാണോ അങ്ങനെ ഇടുന്നത്? ഓക്കെ. പ്ലേറ്റിലേക്ക് വിളമ്പും. ഇതിപ്പോൾ കണ്ടോ, ഒരു ട്രിപ്പ് വെച്ചത്, ഒരു ബാച്ച് വെച്ചത് ഫുൾ അവരങ്ങനെ ആ ഒരു ഷീറ്റിലേക്ക് ഇങ്ങനെ പകർന്നതിന് ശേഷം ഈ ചെമ്പുകളൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വീണ്ടും അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചാണ് എന്താ പരിപാടിയെന്ന്. അപ്പോൾ ഒരു ട്രിപ്പും കൂടിയും ഇതേപോലെ ഒരു ട്രിപ്പും കൂടിയും വെക്കും. ഇത്രേ ഇത് പകുതിയെ വെച്ചിട്ടുള്ളൂ എന്നാണ് പറയണത്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് ഇനി. അവിടുത്തെ കാഴ്ച കണ്ടതിന് ശേഷം അവിടുന്ന് പോരാൻ നിൽക്കുമ്പോഴാണ് ആ അടുത്ത ബാച്ചിനുള്ള അരി കഴുകുന്നൊരു ടീം ഞങ്ങളെ ഷൂട്ട് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും അവിടെ നിന്നിട്ട് അവർ ചാക്ക് പൊട്ടിച്ചിട്ട് ചെമ്പിലേക്ക് വെള്ളത്തിലേക്ക് അരി ഇടുന്നതും ഒക്കെ കണ്ടു കേട്ടോ. ഭയങ്കര രസമുണ്ട്, ഭയങ്കര ഉഷാറായിട്ട് ഇങ്ങനെ. ഇതെല്ലാവരും ഈ നാട്ടുകാർ ഒരുമിച്ച് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. ഇതിനല്ലാതെ വേറെ പൈസ കൊടുത്തിട്ട് ജോലിക്കാരൊന്നും വരുന്നൊന്നുമില്ല. അതാണ് ഇവരുടെ ഒരു ഒരുമ. ഞാനൊരു വീഡിയോയിൽ അതിനെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതും കണ്ടതിന് ശേഷം നമ്മൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ വന്നു കേട്ടോ. നമ്മൾ ഷുക്കൂർ ഭായിയുടെ വീട്ടിൽ വന്നു. ഇപ്പോൾ 6 മണിയായി സമയം. ഇന്നൊരു നോമ്പ് തുറ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ നോമ്പുകളുടെ കാര്യം, കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് തീരുമാനമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പ് തുറ അൽത്താഫ് ഭായിൻ്റെ അവിടെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ നമ്മുടെ നസീമുദ്ദീൻ്റെ അവിടെയാണ്. അപ്പോൾ നമുക്കെന്തായാലും എനിക്കിതിൽ 10-15 മിനിറ്റ് ചെറിയൊരു പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കാൻ പോവാം. അങ്ങനെ കുറച്ച് നേരം ഞാൻ വീട്ടിലിരുന്നതിന് ശേഷം ഞാനും ഷുക്കൂറും കൂടി അൽത്താഫിൻ്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ പോയി. നല്ല വിഭവസമൃദ്ധമായ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അൽത്താഫിൻ്റെ ബ്രദറും വേറെയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഒരുമിച്ച് നോമ്പൊക്കെ തുറന്നിട്ട് അവിടുന്ന് ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞു. നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് 27-ാം രാവാണല്ലോ. അപ്പോൾ രാത്രി എന്താ കഥ ഒന്നും അറിയില്ല കേട്ടോ. ഒന്ന് പുറത്തിറങ്ങി നോക്കുകയാണ്. ഇവിടുത്തെ ഒരു നൈറ്റ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് വ്യത്യാസം ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോമ്പ് തുറന്നിട്ടേ ഉള്ളൂ, ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ നസീമുദ്ദീൻ പോലീസ് ബ്രോൻ്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം. വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.